എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് പുതിയൊരു ഹാർഡ് കോർ സീരീസാണ് തുടങ്ങുന്നത്. ഹാർഡ് കോർ മാത്രമല്ല, ഇതൊരു എൻ്റെ ഫോർ അവർ വേൾഡ് എന്ന് പറയും. അതായത് ഞാൻ ഈ വേൾഡ് ഇനി ഒരിക്കലും ഡിലീറ്റ് ആക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഡിലീറ്റ് ആക്കില്ല. അപ്പോൾ നമുക്ക് ഈ വേൾഡിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വേൾഡിനൊരു എൻഡിങ് ഇല്ല. അപ്പം നമ്മളിപ്പോൾ ഉള്ളതൊരു ഡെസേർട്ടിലാണ്. ഡെസേർട്ടിൽ നമുക്ക് സ്റ്റിക്ക് എടുക്കാം. ഗൈസ്, അവിടെ മരമുണ്ട്. അപ്പം ഡെസേർട്ടിലല്ല ഞാൻ സർവൈവ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് അടിച്ചതാണല്ല, അതങ്ങനെ സീഡ് അടിച്ചു കൊടുത്തിട്ട് സ്റ്റാർട്ട് അടിച്ചൊന്നുമല്ല. അപ്പോൾ നമുക്ക് വുഡ് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ വുഡ് കട്ട് ചെയ്തിട്ട് ഇപ്പം വരാം ഗൈസ്. ഞാൻ വെറുതെ ആ ഗുഹയുടെ അടുത്ത് പോയി. ഞാൻ ഇപ്പം വുഡ് കട്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോഴത്തേക്കും എന്നെ ആ വിച്ച് അറ്റാക്ക് ചെയ്തു. അതെന്തോ സാധനം എറിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ സ്പീഡ് പോയി, എനിക്ക് ഓടാൻ കഴിയുന്നില്ല. ആ വിച്ച് അവിടെ തന്നെ ഉണ്ട്. ഒന്നാമത് ഹാർഡ് കോറാണ്, വളരെയധികം സൂക്ഷിക്കാനുണ്ട് കളിക്കുമ്പോൾ. നമ്മൾ വളരെയധികം സൂക്ഷിച്ച് വേണം കളിക്കാനുണ്ട്. ഹാർഡ് കോർ ആയതുകൊണ്ട് മാത്രം. ഹാർഡ് കോർ അതേപോലെ നമ്മളെ ഫോർ അവർ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഒരു വില്ലേജ് കണ്ടുപിടിക്കുക, നമ്മളൊരു ബേസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കുക. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഫുൾ ഡയമണ്ട് ആർമറും പുതിയ ബേസും ഉണ്ടാക്കുന്നതായിരിക്കും. ഇവിടെ ഒരു ഡോഗി ഉണ്ട്, നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പോയി നോക്കാം. ഞാനൊരു വില്ലേജ് കണ്ടുപിടിച്ച് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നൈറ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു വില്ലേജ് കണ്ടുപിടിച്ചു ഗൈസ്. സവാന ബയോയിലാണ് വില്ലേജ് ഇട്ടത്. അതെവിടെ? എൻ്റെ അങ്കറെല്ലാം തീർന്നു, സ്പീഡും ഇല്ലല്ലോ. വേഗം പോയിട്ട് കിടന്നുറങ്ങണം. എനിക്കാകെ 2 ആടിനെ കിട്ടിയിട്ട്, അത് രണ്ടും 2 കളറാണ്. ഓട് ഇതാണ്. സോംബി സ്പോണായി ഗൈസ്. വേഗം പോയി കിടന്നുറങ്ങണമല്ലോ. ഇത് ബെഡില്ല. ബെഡില്ലാത്തൊരു സ്ഥലം. ഇതിൻ്റെ അകത്തും ബെഡില്ല. എന്നെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര്. ഇതിൻ്റെ അകത്തുണ്ട്. ഫൈനലി ഒരു ബെഡ് നമുക്ക് എടുക്കണം. പുറത്തിറങ്ങണ്ട, നമുക്കൊന്ന് സോംബികളെ ചത്തിട്ടാണ് പുറത്തിറങ്ങാം. അതായത് എൻ്റെ സോംബി വില്ലേജറിനെ കൊല്ലാൻ നോക്കുന്നു. അയ്യോ, വില്ലേജറിനെ ഞാൻ തന്നെ കൊന്നു ഗൈസ്. ആ വില്ലേജറിനെ RIP. എടാ വേഗം ഇതിൻ്റെ ഉള്ളിൽ കയറടാ. വേഗം വീട്ടിൻ്റെ അകത്ത് കയറും. ഉള്ളിൽ കയറിയിരിക്കും. മണ്ടൻ അങ്ങനെ പറഞ്ഞു. 2 വില്ലേജറിനെങ്കിലും നമുക്കൊന്ന് സേഫ് ആക്കണം. അപ്പം ഞാൻ ഒന്ന് ഇതെല്ലാം ലൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ വരാം ഗൈസ്. അങ്ങനെ ഗൈസ്, ഞാൻ മൈനിങ്ങിന് പോകാൻ വിചാരിക്കുന്നു. നൈറ്റായി, ഞാൻ ഇപ്പം കിടന്നുറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ അതിലെ വെറുതെ അങ്ങോട്ട് നടക്കുന്നു, വെറുതെ നിൽക്കുന്നു. നമുക്ക് ഈ ഫർണസിൽ കുറച്ച് കുക്ക് ചെയ്യാൻ വെക്കാം. സോംബികളെല്ലാം വരുന്നുണ്ട്.
അവനത് കയറാൻ കഴിയില്ല ഫ്രണ്ട്സ്. അപ്പം ഞാൻ കുറച്ച് മൈനിങ്ങിനെല്ലാം പോയിട്ട് മെല്ലെ വരാൻ ഗൈസ്. അങ്ങനെ ഞാൻ മൈനിങ് എല്ലാം തുടങ്ങിയിട്ട് ഇപ്പം കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. ഓ കാണിക്കാൻ വെച്ചിട്ട് എന്താണ് ഇതെൻ്റെ മുഖം തന്നെയല്ലേ. ഞാൻ മൈനിങ്ങിന് പോയി താഴെ എത്തി. ഫുൾ സെറ്റ് അയൺ ആർമർ ആക്കേണ്ടത്ര അയൺ കിട്ടി. അപ്പോഴാണ് ഞാൻ ഒരു സംഭവം കണ്ടത്. ഡയമണ്ട്, എൻ്റെ ഫസ്റ്റത്തെ ഡയമണ്ട് ഈ സീസണിലെ ഫസ്റ്റത്തെ ഡയമണ്ട് കിട്ടി. ഇത് എത്ര ഉണ്ടാവും നോക്കാം. അഞ്ച് ഡയമണ്ട് ഉണ്ട്. അതെന്തായാലും ഒരു കുറഞ്ഞ ഇതല്ല. അപ്പം ഞാൻ എന്താക്കാം, ഇത് കൊണ്ടൊരു മോഡല് എൻ്റെ വീടിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ മോളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് പോകുന്നില്ല, കാരണം കുറച്ച് മുമ്പ് ഇത് പൊട്ടിയത്. കുറച്ച് മുമ്പ് ഞാനിവിടെ വന്നിട്ട് നമ്മൾ ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച് തരും. കുറച്ച് മുമ്പല്ല, രാത്രി നൈറ്റിൽ ഞാൻ നേരത്തെ പോകുന്നു പറഞ്ഞിട്ട് ഇറങ്ങിയ സമയത്ത് ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ചതാണ്. അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ സെലക്ട് ചെയ്യാൻ വെക്കാം. ബാക്കി സ്റ്റാമിനെല്ലാം കുറേ കിട്ടിയിട്ടുണ്ട്. കോപ്പർ നിൽക്കട്ടെ. പിന്നെന്താ, നമുക്കൊരു അയൺ വെച്ചിട്ട് ഷീൽഡ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ബാക്കിയും കൂടി മൈനിങ്ങിന് പോയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ തൽക്കാലത്തേക്ക് ഡയമണ്ട് മൈനിങ് നിർത്തി. പകരം ഞാൻ ഒരു സംശയം തീർക്കാൻ വേണ്ടി പോകുന്നതാണ്. എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മളെ വില്ലേജിൻ്റെ കിണറിൻ്റെ അടിയിലല്ലേ മറ്റേത് എന്താ പോർട്ടൽ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ അതുണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നു. നമ്മളെ വില്ലേജിൻ്റെ അടിയിൽ നമ്മളെ വില്ലേജിലൊരു കിണർ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ ഇതുണ്ടോയെന്ന് നോക്കാം. ഇവിടെ വില്ലേജ് ഇങ്ങോട്ടാന്ന് തോന്നുന്നു. വില്ലേജ് വരെ മറന്നുപോയി. ഇങ്ങോട്ടാന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് അതെ വില്ലേജ് തന്നെ. നൈറ്റ് സ്കിപ്പ് ചെയ്യാതെ പോകാൻ കഴിയുമോ നോക്കാം. അല്ലെങ്കിൽ നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ വെറുതെ ഒരു ആർമർ പോലെ ഇല്ലാത്തപ്പം നമ്മൾ ഡേഞ്ചർ എടുക്കണം. നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്ത് മെല്ലെ പോകാം. അപ്പം ഞാൻ അതുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. വെറുതെ എന്തിനു കാണിക്കുന്ന മൈനിങ്. എൻ്റെ ഊഹം ഒട്ടും തെറ്റിയില്ല ഗൈസ്. ഇതിൻ്റെ അടിയിൽ എന്ത് ഹോട്ടലുണ്ട്. അതെ, സ്ട്രോങ് ഹോൾഡ് റൂം നമ്മളെ വില്ലേജിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. അയ്യോ, വന്ന വഴി മറക്കാതെ ലൈറ്റ് കുത്തിയേക്കാം. ഇപ്പത് എങ്ങോട്ട് പോകണം? ഓ, മൈൻ ഷാഫ്റ്റ് ഉണ്ട് ഗൈസ്. മൈൻ ഷാഫ്റ്റും ഉണ്ട്. മൈൻ ഷാഫ്റ്റും അടക്കം ഒന്നിച്ചുള്ള ഒരിതാണ് സ്ട്രോങ് ഹോൾഡ് റൂം. അതെന്തായാലും നന്നായി. ലൈബ്രറി ഉണ്ട് ഇവിടെ തന്നെ. ഒരു ചെസ്റ്റ് ഉണ്ടാവണം.
ഇതിൻ്റെ ഉള്ളിൽ ഫയർ പ്രൊട്ടക്ഷൻ ഉണ്ട്, പോസ്റ്റ് വെക്കാൻ പവർ ടൂൾ, ബുക്ക് എടുക്കാം, പേപ്പർ എടുക്കാം. ബാക്കി രണ്ടെണ്ണം അതിൽ തന്നെ നിൽക്കട്ടെ തൽക്കാലത്തേക്ക്. പിന്നെ ഇതിന്റെ മുകളിലേക്ക് ഒരു സോഡില്ല. സോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈസിക്ക് പൊട്ടി. അയ്യോ, ഞാൻ ഒന്ന് ഫുള്ള് സെർച്ച് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ഫുൾ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മോഷനിൽ കയറി നോക്കുമ്പോഴാണ് അവിടെ ഒരു സ്പോണർ ഉണ്ട്. നമുക്ക് ടോർച്ച് ഉണ്ടാക്കിയിട്ട് വേഗം പോയിട്ട് രക്ഷപ്പെട്ടു. അപ്പം നമുക്ക് ഈസി ആയിട്ടൊരു ഇതും ഗൺ പൗഡർ എടുത്തേക്കാം. നമുക്ക് XP ഫാം ഈസി ആയിട്ട് ഉണ്ടാക്കാം. സ്പോണറിൻ്റെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഇതും കിട്ടിയതാ. ഷാർപ്നെസ് 4, എഫിഷ്യൻസി 4, പവർ 4 എല്ലാം കൂടിയിട്ടുള്ളൊരു എൻചാൻറ്റ്മെൻറ്റ് ബുക്കും കിട്ടി. അപ്പം എന്തായാലും ലക്ക് ഉള്ളൊരു സ്ഥലമാണിത്. ലാപ്പിസ് ഉണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ള സ്ഥലം കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഗൈസ്. ഇതിൻ്റെ ഇത്ര അടുത്ത് തന്നെ ആയിട്ട് ഒരു എൻഡ് പോർട്ടലുണ്ട്. വേഗം പോയിട്ട് ടോർച്ച് വെക്കാം. അയ്യോ, എൻ്റെ കയ്യിലെങ്കിൽ ഒരു ആർമറും ഇല്ല. വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. ഇതിൻ്റെ മുകളിൽ ഒന്നുമില്ല. അപ്പം ഞാൻ ബാക്കിയും കൂടി ഒന്ന് സേഫായിട്ട് മുകളിലെത്തിയിട്ടാകുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിച്ചു. എന്തെങ്കിലും കണ്ടാൽ ഞാൻ ഇതുപോലെ കാണിച്ചു തരാം, അല്ലെങ്കിൽ നേരെ മുകളിലേക്ക് വന്നിട്ടാകുമ്പോൾ കാണിക്കാം. ഞാൻ ആ എൻഡ് പോർട്ടലിൻ്റെ സ്പോണർ കളഞ്ഞു. അപ്പോൾ ഇവിടെ 3 IF എൻ്റർ ഉണ്ട്. അപ്പം നമുക്കിനി 8 മറ്റേ കണ്ടുപിടിച്ചാൽ മതി തോന്നുന്നു. എത്ര 2, 4, 6, 9 കണ്ടുപിടിച്ചാൽ മതി. ഇനി 9 കൂടി കണ്ടുപിടിക്കണ്ടു. ഗോൾഡ് എടുത്ത് വെച്ചേക്കാം. ഇത് ഞാൻ വരാത്ത ഒരു 2 ലൈബ്രറി ഉണ്ട് ഗൈസ്. അൺബ്രേക്കിംഗ് ട്രീ ആവശ്യമുണ്ടോ? ഒരു കോമ്പസും ഉണ്ടല്ലോ. അപ്പം ഞാൻ ബാക്കിയെല്ലാം കൂടി ലൂട്ട് ചെയ്തിട്ട് വരട്ടെ. ഞാൻ എല്ലാം കാണിക്കാൻ നിന്നാൽ കുറേ ടൈം വെറുതെ പോകും. അങ്ങനെ ഗൈസ്, ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഞാൻ എൻ്റെ ബേസ് ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ ക്രീപ്പർ പൊട്ടിയ സ്ഥലം. അപ്പം നമ്മളെ ചെസ്റ്റ് തുറന്ന് നോക്കാം. ഞാൻ ചെസ്റ്റിലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടിയ സാധനങ്ങൾ. അപ്പം ഇത്രയും സാധനങ്ങളാണ് കിട്ടിയത്. ഈ മുകളിൽ കാണുന്ന എല്ലാം ഇപ്പം കിട്ടിയതാണ്, മുകളിലത്തെ 2 ഇതിൽ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഫുൾ ആർമർ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഒന്നെങ്കിൽ ഡയമണ്ട് ആർമർ അല്ലെങ്കിൽ അയൺ ആർമർ. പിന്നെ ബേസ് ബിൽഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ. നമ്മളതിൽ ഒരു ഇതുണ്ട്, സാഡിലുണ്ട്. സാഡ് നോക്കാം.
ഓ, അത്യാവശ്യം സ്പീഡുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ.